ഈ കരൺ ജോഹർ യൂണിവേഴ്സിലെ പടങ്ങളും ബോളിവുഡ് ടിപ്പിക്കൽ മൂവീസും ഒക്കെ തന്നെ നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യാതാണ് പതിവ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ കുറച്ച് ഓഡിയൻസിനിടയിലെ വർക്കാവും. വളരെ ക്രിഞ്ച് സീനും വളരെ ക്ലീഷ ആയിട്ടുള്ള സീക്വൻസസ് ഒക്കെ കൊണ്ട് നിറഞ്ഞ സിനിമകളായിരിക്കും അതുപോലത്തേത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നത് അനുരാഗ് ബസുവിൻ്റെ മൂവിയാണ്. എന്നിട്ടും ഈ ഒരു സിനിമ ഡിസപ്പോയിൻറ്റ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. കാരണം ഒത്തിരി മികച്ച സിനിമകൾ സമ്മാനിച്ച ഒരു ഡയറക്ടറാണ്. ലൈഫ് ഇൻ എ മെട്രോ എന്ന് പറയുന്ന ഒരു സിനിമ മതി അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ ഓഫ് വർക്ക് മനസ്സിലാവാൻ. പക്ഷേ ഇവിടെ ബോളിവുഡിൻ്റെ കൺവെൻഷൻസിന് അദ്ദേഹം തന്നെ നിന്നു കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ മേക്കിംഗ് പോകുന്നത്. അതായത് എല്ലാ ബോളിവുഡ് സിനിമയ്ക്കും ഹാപ്പി എൻഡിങ് ആണ്. ഇവിടെയും ആ ഒരു പതിവ് തെറ്റിക്കുന്നില്ല. ഹാപ്പി എൻഡിങ്ങിലോട്ട് തന്നെയാണ് പോകുന്നത്. അത് എത്രമാത്രം വേസ്റ്റ് ആണെന്ന് വെച്ചാൽ ആ ഒരു ട്രെയിനിൻ്റെ സീൻ പണ്ട് തൊട്ടേ ഷാരൂഖ് ഖാൻ്റെ മൂവിയിലുള്ള ഒരു സീനാണ്. അതിൽ ഈ ഒരു നായകനോ നായികയോ തെറ്റ് മനസ്സിലാക്കി അവസാനം എങ്ങനെയെങ്കിലും ഒന്നിക്കുക തന്നെ വേണം. അത് ബോളിവുഡിൻ്റെ നിയമമാണ്. ഇപ്രാവശ്യം ആ ഒരു നറുക്ക് വീണിരിക്കുന്നത് സാദാ അലി ഖാനാണ്. സാദാ അലി ഖാൻ എല്ലാം മനസ്സിലായി. നായകൻ്റെ കല്യാണം നിർത്താൻ വേണ്ടി ട്രെയിനിൽ ചാടിക്കയറി കല്യാണം നിർത്തുന്നു, ഇറങ്ങിപ്പോരുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ ഒരു സിനിമയും പോകുന്നത്. സോ ആ ഒരു ലെവൽ ഓഫ് വർക്കാണ് സിനിമ കൊണ്ടുവരുന്നത്. അതിലും ഈ ഒരു സിനിമയിൽ ഒരു സ്റ്റോറി മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. കാരണം അത് അലി ഫസലിൻ്റെയും ഫാത്തിമ സനാഷീൻ്റെ അതിൽ മാത്രമേ സീരിയസ്നെസ് ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ സോ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഓക്കെ അല്ല, ബിലോ ആവറേജിലോട്ട് പോകുന്ന ഒരു വർക്കാണ് എല്ലാവരുടെയും. പക്ഷേ അതൊന്നും അല്ല നമ്മളൊരു അനുരാഗ് ബസുവിൻ്റെ മൂവിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്.